പ്രണയവർണ്ണങ്ങൾ. ആ ഏട്ടാ, പണിക്കർ നാളെ ഇങ്ങോട്ട് വരും. ഞാനിപ്പോൾ വിളിച്ചു പറഞ്ഞു കേട്ടോ വിവരങ്ങളൊക്കെ. ശ്രീദേവി മുറിയിലേക്ക് കയറി വന്നു. വരട്ടെ. ഒരു കാര്യം മറന്നു കേട്ടോ. ദേവി അത് പറഞ്ഞപ്പോൾ അച്ഛനും മകനും പരസ്പരം നോക്കി. പൊരുത്തം നോക്കിയില്ലല്ലോ. ആ കുട്ടിയുടെ ഗ്രഹനില മേടിക്കാനും ഞാൻ മറന്നു. ഇതാണോ ഇത്ര വലിയ കാര്യം? എന്തേ, അത് വലിയ കാര്യമല്ലേ ഏട്ടാ? ഗ്രഹനില നോക്കിയിട്ടാണോ ഇവർ സ്നേഹിച്ചത്? അല്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പോൾ ഇനിയൊരു പൊരുത്തം നോക്കൽ? ഇതെന്ത് വർത്താനാണ് ഏട്ടാ പറയുന്നേ? ജാതകം നോക്കാതെയാണോ മുഹൂർത്തം കുറിക്കുന്നത്? ജാതകം ചേർന്നില്ലെങ്കിലോ? ചേർന്നില്ലെങ്കിൽ ഈ വിവാഹം നീ വേണ്ടെന്ന് വെക്കുവോ? അങ്ങനെ ഇവനോട് പറയുമോ? ശോ, ഇങ്ങനത്തെ സംസാരം ഒന്ന് നിർത്തിക്കൂടെ ഗോപിയേട്ടാ? അമ്മേ, അച്ഛൻ പറയുന്നതിന് കാര്യമുണ്ട്. ജാതകം ചേർന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ കല്യാണം കഴിക്കും. അതുകൊണ്ടിനി ഇപ്പോൾ പൊരുത്തമൊക്കെ നോക്കണം. നീയും അച്ഛൻ്റെ പക്ഷം ചേർന്നോ മോനെ? നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്തു ചെയ്യും? നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് ദേവി. ഞാനായിട്ട് നിന്നോട് ഇനി ഒന്നും പറയുന്നില്ല. ഗോപിനാഥൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഹരി, നീ ഉണ്ണിയെ വിളിച്ചോ മോനെ? ഞാൻ വിളിച്ചിരുന്നു. അവർ രേണുവടുത്തിയുടെ വീട്ടിലാണ്. തിരികെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. ആ, ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അടുത്ത ആഴ്ച വരും രണ്ടാളും കൂടെ. എന്നിട്ട് ഗൗരിയെ കാണാൻ പോകാമെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ ആവട്ടെ അച്ഛാ. അവർക്ക് ലീവ് കിട്ടുമ്പോൾ വന്നോളും. ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയാണല്ലോ. എന്താ അച്ഛാ കാര്യം? അമ്മാളും ആകാംക്ഷ അടക്കാനാവാതെയാണ് വന്നത്. നിൻ്റെ അമ്മയ്ക്ക് ഇപ്പം രണ്ടാളുടെയും ഗ്രഹനില നോക്കണം, പൊരുത്തം അറിയുവാൻ. അച്ഛൻ്റെ മറുപടി കേട്ട് അമ്മാളും അന്താളിച്ച് നിന്നു. ആഹാ ഏട്ടാ, അത് നോക്കിയിട്ടാണോ എഴുത്തിയെ സ്നേഹിച്ചത്? സത്യം പറ. ഞാനതൊന്നും നോക്കിയില്ല എൻ്റെ അമ്മാളൂ. ഇനി നോക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ ആരാ ശശിയായത്? അമ്മയാണോ? അമ്മാളൂ, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഗോപിനാഥൻ മകളുടെ കാതിൽ ഒന്ന് ചെറുതായി പിടിച്ചു. ദേവിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായി. അവരൊന്നും മിണ്ടാതെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മയ്ക്ക് വിഷമായും തോന്നുന്നു. അമ്മാളൂ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഒന്ന് പോ എൻ്റെ ഏട്ടാ. അമ്മയ്ക്ക് ഒരു വിഷമവും ആയില്ല. അതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തോളാം. നീ ഇവിടെങ്ങാനും അടങ്ങിയിരുന്നോണം കേട്ടോ, ഇല്ലെങ്കിൽ മേടിക്കും. ഗോപിനാഥൻ കണ്ണുരുട്ടി. അമ്മാളുവാണെങ്കിൽ വല്ലാതെ ഭയന്നിരിക്കുന്നത് പോലെ അപ്പോൾ അഭിനയിച്ചു. ഗോപിനാഥനും ഹരിയും അത് കണ്ട് ചിരിച്ചു. ഹരി നോക്കിയപ്പോൾ അമ്മ വടക്കുവശത്തുള്ള ചായ്പിലിരിക്കുവാണ്. അമ്മേ, ഇതെന്തൊരു പോക്കാണ്? അമ്മ എന്താ വിഷമിച്ചിരിക്കുന്നത്? അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ. ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ടതും ഹരിക്കും സങ്കടമായി. അമ്മേ, ഈ പൊരുത്തം നോക്കണമെന്നല്ലേ ഉള്ളൂ. അതിനെന്തിനാ അമ്മ ഇത്രയ്ക്ക് സങ്കടപ്പെടുന്നത്? നോക്കിക്കോ, കാര്യം തീർന്നില്ലേ? ഓ വേണ്ട മോനെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി അതൊക്കെ എന്ത് നോക്കാനാ? അത് ശരിയാ. പക്ഷെ അമ്മ ഒരു കാര്യം ചെയ്യും. നാളെ നമുക്ക് പണിക്കർ വരുമ്പോൾ ഗൗരിയുടെ ഗ്രഹനില മേടിച്ചു വയ്ക്കാം. എന്നിട്ട് നോക്കാം. അത്രയും കാര്യമല്ലേ ഉള്ളൂ. ഏയ്, അതൊന്നും ഇനി നോക്കണ്ട മോനെ. എല്ലാം ഭഗവാന് സമർപ്പിച്ച് നിങ്ങൾ രണ്ടാളും മുന്നോട്ട് പോകുക, അത്രയും ഉള്ളൂ. ഹരിയുടെ നെറുകയിലൊരു മുത്തം കൊടുത്തുകൊണ്ട് ദേവി പറഞ്ഞു. മുത്തശ്ശിക്ക് ചായ കൊടുക്കാൻ സമയമായി. അമ്മ ചെല്ലട്ടെ. അവരെഴുന്നേറ്റു. അമ്മേ, ഹരി പിന്നിൽ നിന്നും വിളിച്ചു. എന്താ മോനെ? അതമ്മേ, എനിക്കവളെ പിരിയാൻ വയ്യമ്മേ. അതാണ്. ഏതെങ്കിലും രീതിയിൽ അവളെ പിരിയേണ്ടി വന്നാൽ അത് ഈ ഹരിയുടെ മരണത്തിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ടാണമ്മേ. ഹരി, നീ വേണ്ടാത്ത വർത്താനൊന്നും പറയണ്ട. ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു, പോരെ? ഹരി അമ്മയെ നോക്കി പുഞ്ചിരി തൂകി. ദേവി നോക്കിയപ്പോൾ അമ്മാളു വാതിലിൻ്റെ മറവിൽ പതുങ്ങി നിൽക്കുന്നു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ഇപ്പോൾ ആര് ശശിയായി? ഞാനാണോ ഏട്ടാ? അവൾ അല്പം ഉറക്കെ ചോദിച്ചു. എൻ്റെ അമ്മാളു, നീ ഒന്ന് ഒച്ച വയ്ക്കാതെ. പെൺകുട്ടികളായാൽ. അമ്മയെ പറയാൻ അവൾ സമ്മതിച്ചില്ല. പെൺകുട്ടികളായാൽ ഒച്ച വയ്ക്കരുത്, പൊട്ടിച്ചിരിക്കരുത്, ചീത്ത വാക്കുകൾ പറയരുത്, ആണുങ്ങളുടെ ഒപ്പം നിൽക്കരുത്, ഭക്ഷണം കഴിക്കരുത്. ഇതൊക്കെ അമ്മയുടെ കാലത്ത് കിടന്ന കാര്യങ്ങളാണ്. ഇപ്പം കാലം മാറിയമ്മേ. ഇപ്പം ലേഡീസ് ഫസ്റ്റ് എന്നാണ്. ഓക്കെ മോനെ, അമ്മ മുത്തശ്ശിക്ക് ചായ കൊടുക്കട്ടെ. ദേവി ഇറങ്ങിപ്പോയതും അമ്മാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നച്ചുമാവി ഉറങ്ങുവാണോടി? അതെ ഏട്ടാ.
ആ അതൊക്കെ പോട്ടെ, നീ ഇന്ന് ഗൗരിയുടെ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, എന്ത് പറയാനാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ചെന്നു, കണ്ടു, പോന്നു. ആ, അത്രേ ഉള്ളോ? പിന്നെ അല്ലാതെ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആ, എനിക്കറിയത്തില്ല. അല്ല, നീ അവിടെ ചെന്നിട്ട് വീഡിയോ കോൾ ആയിരുന്നല്ലോ. ഗൗരി എടുത്തേന്ന് പറഞ്ഞ് ചിലയ്ക്കുന്നത് കേട്ടു. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഓ, അങ്ങനെ. അതൊക്കെ പോട്ടെ. എന്താണ് എൻ്റെ കുട്ടനിപ്പോൾ അറിയേണ്ടത്? ഭാവി വധുവിനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി പോരെ? അയ്യോടി, അതിനെനിക്ക് നിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടമ്മാളൂ. അവളെ പൂർണ്ണമായി ഇഷ്ടമായിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. എല്ലാവർക്കും അവളെ ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം. കേട്ടോടി കുറുമ്പി. ഓഹോ, അങ്ങനെയാണോ? അതൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, എനിക്ക് ആ പാവ ഏട്ടത്തിയെ ഒരുപാട് ഇഷ്ടമായി ഏട്ടാ. ഭയങ്കര സിമ്പിളാണ് ആള്. ആ, ഇവിടെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ. എന്ത്? അല്ല, ആ മുടിയൊക്കെ ഒന്ന് സ്മൂത്തനിങ് ചെയ്യണം. പിന്നെ ആ നീണ്ട മൂക്കിൽ ഒരു മരതക മൂക്കുത്തി ഇടണം. അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട് എൻ്റെ മനസ്സിൽ. ദേ അമ്മാളു, നീ ആവശ്യമില്ലാത്ത പണിക്ക് അവളെയായിട്ട് പോയാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല കേട്ടോ. അവളുടെ പ്ലാൻസ്. എൻ്റെ അമ്മോ, ഇത്രയും പറഞ്ഞപ്പോൾ ഏട്ടന് ദേഷ്യമായോ? എൻ്റെ ഏട്ടാ, ആ കൊച്ചിനുണ്ട് ആഗ്രഹങ്ങളൊക്കെ. അവരുടെ വീട്ടുകാർ സമ്മതിക്കാഞ്ഞിട്ടാണ്. ഒന്ന് പോടി. അവൾ ഇന്ന് വരെ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. ആ, എങ്കിൽ ശരി, ഇവിടെ വരുമ്പോൾ കാണാം. ആ, കാണാം ഏട്ടാ. പിന്നെ ഒരു കാര്യം, ഞാൻ നാളെ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഏട്ടത്തെ കൂട്ടി ഏട്ടൻ വരുന്നുണ്ടോ? ആരെ, ഗൗരിയായോ? അതെ. അവൾ വരുമോ? ഞാൻ വിളിച്ചാൽ ഏട്ടത്തി വരും. നാളെ ഓഫീസിൽ പോകണമല്ലോ. നോ പ്രോബ്ലം, നമ്മുടെ മാളിൽ പോകാം. അക്കൗണ്ട്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാണെന്ന് അച്ഛനോട് പറയാം. എന്നിട്ട് നമുക്ക് ഏട്ടത്തിയെ കൊണ്ട് തിരിച്ചു വരാം. നീ അച്ഛനോട് സമ്മതം മേടിക്കും. അയ്യടാ, എന്തൊരു വിനയം. എനിക്കിപ്പം മനസ്സില്ല. ഏട്ടൻ പോയി ചോദിക്കും. അതും പറഞ്ഞുകൊണ്ട് അമ്മാളും നടക്കാൻ തുടങ്ങിയതും ഹരി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഡി കൊച്ചെ, അങ്ങനങ്ങ് പോകാതെ. നീ ചോദിക്കുമ്പോൾ അച്ഛൻ സമ്മതിക്കുമല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. ആലോചിക്കാം. ഏട്ടൻ ഗൗരിയടുത്തെ വിളിച്ചു പറ, നാളെ പോകാൻ റെഡിയായി നിൽക്കാൻ. ഓക്കെ, ഞാൻ പറയാം. നീയും കൂടെ അവളോട് ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് കേട്ടോ. ഓക്കെ. എന്നാലേ ഞാൻ മുത്തശ്ശി ഒന്ന് കാണട്ടെ. ഗൗരിക്കുട്ടിയെ കണ്ടിട്ട് വന്ന് ഞാൻ മുത്തശ്ശി മീറ്റ് ചെയ്തില്ല. ഓ, എല്ലാവരും ഭാവി വധുവിനെ വർണ്ണിക്കുന്നത് കേൾക്കാൻ എന്തൊരു ത്വരയാണ് എൻ്റെ ഏട്ടന്. ചെല്ല് ചെല്ല്. നീ പോടി കുശുമ്പി പാറു. അവൻ ചിരിച്ചു. മുത്തശ്ശി, നീ ഇത് എവിടായിരുന്നു ഹരിക്കുട്ടാ? ഞാനേ 1-2 പേരെ കാണാൻ പോയതാ. കുറച്ച് സമയമായി വന്നിട്ട്. അതൊക്കെ പോട്ടെ, മുത്തശ്ശി പോയ കാര്യം എന്തായി? ഗൗരിയെ കണ്ടോ? ഇഷ്ടായോ? സംസാരിച്ചോ അവൾ? ഓ മോനെ, ഗൗരിക്കുട്ടി എന്നോട് സംസാരിച്ചു. ഒരുപാടൊന്നുമില്ല, എന്നാൽ ആവശ്യത്തിന് സംസാരിച്ചു. പിന്നെ ഇഷ്ടമായോന്ന്? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഹരിയെ? അവളെ ആർക്കാ ഇഷ്ടമാകാത്തത്? നല്ല കുട്ടിയല്ലേ അവൾ. ഒരു പരിഷ്കാരവും ഇല്ലാത്ത ഒരു പാവം കുട്ടി. എനിക്കൊരുപാട് സന്തോഷമായി. എൻ്റെ ഹരിക്കുട്ടന് വേണ്ടി ഭഗവാൻ കാത്തുവച്ച പെണ്ണാണവൾ. മുത്തശ്ശിയുടെ മറുപടിയിൽ ഹരിക്ക് ഒരുപാട് സന്തോഷമായി. ആ സമയത്ത് അമ്മാളു അവൾക്ക് മെസ്സേജ് അയക്കുകയാണ്. നാളെ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ്. ഗൗരിയാണെങ്കിൽ അമ്മാളുവിനോട് എന്തു പറഞ്ഞാണ് ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. അവൾക്കൊട്ടും താല്പര്യമില്ല. പക്ഷേ അമ്മാളുവാണെങ്കിൽ അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അമ്മാളു ഹരിയുടെ റൂമിലേക്ക് ഫോണുമായിട്ട് ചെന്നു. ഏടത്തി മിണ്ടരുത്, ഒരു പാട്ട് കേൾപ്പിക്കട്ടെ. അമ്മാളുവിൻ്റെ അടക്കം പറച്ചിൽ അവൾ ഫോണിലൂടെ കേട്ടു. ഗൗരിയും കാതു കോർപ്പിച്ചു. ഹരിയാണ് പാടുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഹരിയുടെ പാട്ട് കേട്ടുകൊണ്ട് അമ്മാളുവിൻ്റെ ഉറക്കെയുള്ള കയ്യടിയും അഭിനന്ദനവും ഒക്കെ ഗൗരിയും ഫോണിൽ കൂടി കേട്ടു. ഗൗരിയടുത്തി, ഏട്ടൻ്റെ പാട്ടിഷ്ടായോ? അമ്മാളുവിൻ്റെ ശബ്ദം.
ഏട്ടത്തിയോ? ഞാൻ ഏട്ടത്തിയെ ഫോൺ വിളിക്കുമായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ്റെ പാട്ട് കേട്ടത്. പിന്നെ ഞാൻ കരുതി ഏട്ടത്തിയെ കൂടി കേൾപ്പിക്കാമെന്ന്. ഹലോ ഏട്ടത്തി, എന്താണ് അമ്മാളു, ഇഷ്ടമായോ ഏട്ടൻ്റെ പാട്ട്? അവൾ മൂളി. ഓ, ആസ്വദിച്ചിരിക്കുമായിരുന്നല്ലേ? അപ്പോഴേക്കും തീർന്നു പോയില്ലോ. അമ്മാളു ചിരിച്ചുകൊണ്ട് ഹരിയുടെ അടുത്തു നിന്നിറങ്ങി. ആ, അതൊക്കെ പോട്ടെ ഏടത്തി, നാളെ നമുക്കൊന്ന് കറങ്ങാൻ പോകണം. മറ്റന്നാളേ ഞാൻ തിരിച്ചു പോകും. അതിനു മുമ്പ് നമുക്കൊന്നുകൂടൊന്ന് മീറ്റ് ചെയ്യണം. അത് വേണോ അമ്മാളു? എനിക്കാണെങ്കിൽ വേറെ കുറിച്ച് ദേ കൊച്ചെ, കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അപ്പോൾ നോ പറയല്ലേ? അതല്ല മോളെ, നാളെ ഒരു ദിവസത്തേക്ക് പ്രോഗ്രാംസൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്ക്. അതും ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 2 hours നമ്മൾ തിരിച്ചു പോകും. അമ്മാള് കുറേ പറഞ്ഞപ്പോൾ ഗൗരി ഗത്യന്തരമില്ലാതെ സമ്മതിച്ചു. എന്നാലും അച്ഛനോടും അമ്മയോടും കൂടി അനുവാദം ചോദിച്ചിട്ടേ വരുമെന്നും അവൾ പറഞ്ഞു. 11 മണിയാകുമ്പോൾ താനും ഏട്ടനും കൂടി വരാമെന്നും ഗൗരി റെഡിയായി നിൽക്കുവാനുമാണ് അമ്മാളും അവളോട് പറഞ്ഞത്. ഗൗരിയാണെങ്കിൽ തൻ്റെ ഫോണിൽ ഹരി അയച്ച മെസ്സേജ് ഒന്നുകൂടി എടുത്ത് വായിച്ചു നോക്കി. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല ഈ ജന്മം. അതുകൊണ്ട് നീ പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. ആരാണ് മോളെ വിളിച്ചത്? ലക്ഷ്മി ചേച്ചി, അത് അമ്മാളും ആയിരുന്നു. നാളെ അമ്മാളുവിൻ്റെ കൂടെ ടൗണിൽ വരുമെന്ന് ചെല്ലാൻ എന്നോട് ആവശ്യപ്പെട്ടു. ആഹാ, അത് കൊള്ളാലോ. ആ കുട്ടിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി മോളെ. അതിന് മറുപടിയായി ഗൗരി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു? നാളെ മോൾ പോകുന്നുണ്ടോ? ഞാൻ അച്ഛനോടും അമ്മയോടും ചോദിച്ചു പറയാമെന്നാണ് അമ്മാളോട് പറഞ്ഞത്. എന്തായാലും മോൾ ചെല്ല്. ആ കുട്ടി ആദ്യമായിട്ട് നിന്നെ വിളിക്കുന്നതല്ലേ. തന്നെയുമല്ല, വിവാഹമൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനിയൊന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പോട്ടെ ഗൗരി, നീ നന്ദുവിനോട് നിൻ്റെ വിവാഹക്കാര്യം സംസാരിച്ചോ? ഞാൻ പറഞ്ഞിരുന്നു ചേച്ചി. പക്ഷേ ഇന്ന് ഹരിയുടെ വീട്ടുകാരെത്തുന്ന കാര്യം ഞാൻ അവളോട് സൂചിപ്പിച്ചുമില്ല. എങ്കിൽ വിളിച്ചു പറയാൻ മേലായിരുന്നോ? കഴിഞ്ഞ ദിവസം നീ ഹരിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലെന്ന് നന്ദു അമ്മയോട് ഒരുപാട് പരാതി പറഞ്ഞു. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ. ഞാൻ അവളോട് പറയാൻ ചേച്ചി. അവൾ ഫോൺ എടുത്ത് നന്ദുവിനോട് സംസാരിച്ചു. അന്ന് രാത്രിയിൽ ഹരി 1-2 പ്രാവശ്യം ഗൗരിയെ ഫോൺ വിളിച്ചു. പക്ഷേ ഗൗരി ഫോൺ എടുത്തില്ല. നാളെ കാലത്തെ നമുക്ക് പോകണമെന്ന് അമ്മാളുവിൻ്റെ ഒരു മെസ്സേജ് കൂടി ഗൗരിയുടെ ഫോണിലേക്ക് വന്നു. താൻ വരാമെന്നവൾ അമ്മാളുവിന് മറുപടിയും നൽകി. അടുത്ത ദിവസം കാലത്തെ തന്നെ മേലെടുത്ത വീട്ടിൽ ഗൗരിയുടെയും ഹരിയുടെയും വിവാഹത്തിൻ്റെ മുഹൂർത്തം കുറിക്കുവാനായി പണിക്കർ എത്തിച്ചേർന്നു. ശ്രീദേവി പൂജാമുറിയിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ശ്രീദേവിയുടെ നിർദ്ദേശപ്രകാരം അമ്മാളു ഗൗരിയുടെ ജനനത്തീയതി സമയവും എഴുതി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹരിയുടെയും ഗൗരിയുടെയും ജനനത്തീയതി സമയവും പണിക്കർക്ക് ശ്രീദേവി പറഞ്ഞു കൊടുത്തു. പണിക്കർ ഇരു ജാതകങ്ങളും സസൂക്ഷ്മമായി പരിശോധിച്ചു. ജാനകിയമ്മയും ഗോപിനാഥമേനോനും മറ്റു കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഹരിയുടെ മുഖത്ത് അല്പം ടെൻഷൻ കാണാം. ഒരു പ്രശ്നമുണ്ടല്ലോ മേനോനെ. പണിക്കരുടെ വാക്കുകൾ മുഴങ്ങി. എല്ലാ മുഖത്തും ഉത്കണ്ഠ നിറഞ്ഞു. എന്താണിപ്പോൾ പ്രശ്നം? ജാനകിയമ്മയാണ് ആദ്യം ആരാഞ്ഞത്. 20 ദിവസത്തിനുള്ളിൽ കുട്ടികളുടെ വിവാഹം നടത്തണം. അത് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് 7.5 ശനിയുടെ കാലഘട്ടമാണ്. അപ്പോൾ വിവാഹം നടത്താതിരിക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് നടക്കുകയാണെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ വിവാഹം, അല്ലെങ്കിൽ പിന്നെ 1.5 വർഷം കഴിഞ്ഞിട്ടാവാം. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് ഹരിക്ക് കേതൂർ ദശാകാലമാണ്. ആ സമയത്തും വർജിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ആലോചിച്ച് 20 ദിവസത്തിനുള്ളിൽ വിവാഹം നടത്തണം. അങ്ങനെയാണെങ്കിൽ ഉത്തമമായ ദാമ്പത്യമാണ് ഫലം. അത് കേട്ടതും എല്ലാ മുഖത്തും ആശ്വാസം നിറഞ്ഞു. അത് തങ്ങൾ സംസാരിച്ച് തീരുമാനിച്ചോളാമെന്ന് ഗോപിനാഥ മേനോൻ പണിക്കർക്ക് മറുപടി നൽകി. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജാതകത്തിലെന്ന് ജാനകിയമ്മയും ശ്രീദേവിയും പണിക്കരോട് ചോദിച്ചു. കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ എല്ലാം ഈശ്വരൻ്റെ കയ്യിൽ. അയാൾ അവർക്ക് അങ്ങനെയാണ് മറുപടി നൽകിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ കൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് മുഹൂർത്തം കുറിക്കുവാനായി ഒരു തവണ കൂടി വരുവാൻ ഗോപിനാഥ മേനോൻ പണിക്കരോട് ഇറങ്ങാൻ നേരം പറഞ്ഞു. തലേദിവസം ഗൗരിയുടെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഗോപിനാഥ മേനോൻ
ഗൗരിയുടെ അച്ഛൻ്റെ ഫോൺ നമ്പർ മേടിച്ചിരുന്നു. അയാൾ അപ്പം തന്നെ ഗൗരിയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. 20 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ കൈമൾക്ക് പെട്ടെന്നൊരു മറുപടി കൊടുക്കാൻ സാധിച്ചില്ല. കുടുംബത്തിൽ എല്ലാവരോടുമായി ആലോചിച്ചിട്ട് 2 മണിക്കൂറിനുള്ളിൽ വിളിക്കാമെന്നാണ് കൈമൾ അറിയിച്ചത്. ഗോപിനാഥ മേനോനും കണ്ണനും ഓഫീസിലേക്ക് പോകുവാനായി റെഡിയായി വന്നു. അമ്മാളുവിന് ഹരിയെയും കൂട്ടി ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണം. അവളത് പറഞ്ഞതിനാൽ ഹരിയോട് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലേക്ക് വന്നാൽ മതിയെന്ന് മേനോൻ അറിയിച്ചു. കൃത്യം 11 മണിയായപ്പോൾ തന്നെ അമ്മാളും ഹരിയും ഗൗരിയുടെ വീടിൻ്റെ അടുത്തുള്ള വഴിയിൽ അവളെ കാത്തു നിന്നു. അമ്മാളു ഫോൺ വിളിച്ച ശേഷമാണ് ഗൗരി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഗൗരി പോകുവാൻ റെഡിയായി നിന്നപ്പോഴാണ് അച്ഛൻ വീട്ടിലേക്ക് കയറി വന്നത്. ലക്ഷ്മിയോടും അമ്മയോടും മേനോ വിളിച്ച കാര്യങ്ങൾ അയാൾ പറഞ്ഞു. ഇത്ര പെട്ടെന്നെങ്ങനെയാണ്? അതിനുള്ള സാമ്പത്തികമൊക്കെ വേണ്ടേ? സീത ആകുലതപ്പെട്ടു. പക്ഷെ 1.5 വർഷം കാത്തിരിക്കണമല്ലോ. അതോർത്തപ്പോൾ അവർ മൗനം പാലിക്കുകയാണ്. ഗൗരിയോടാണെങ്കിൽ ലക്ഷ്മി ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് വേണ്ടത് ചെയ്യുവാനാണ് അവൾ ചേച്ചിയോട് പറഞ്ഞത്. ദേ ഏടത്തി വരുന്നുണ്ടല്ലോ. ഹരി നോക്കിയപ്പോൾ ഗൗരി നടന്നു വരുന്നതാണ് അവൻ കണ്ടത്. ചന്ദന നിറമുള്ള ഒരു സൽവാറാണ് അവളുടെ വേഷം. ഗൗരി അടുത്തേക്ക് വന്നതും അമ്മാളു കാറിൽ നിന്നിറങ്ങി. ഗൗരിയെ കെട്ടിപ്പിടിച്ച് അവളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ഗൗരി ആകെ വല്ലാതായിപ്പോയി. അവളുടെ കവിളുകളൊക്കെ ചുവന്നു. ഛോ, നോക്കിയേ, ഞാനൊരു ഉമ്മ കൊടുത്തപ്പോഴേക്കും ഈ കവിളുകൾ ഇത്രമാത്രം തുടുത്തുവെങ്കിൽ ഏട്ടനൊരു ഉമ്മ കൊടുക്കുമ്പോൾ എന്താകും ഈ ഗൗരിപ്പെണ്ണിൻ്റെ അവസ്ഥ? അമ്മാളും സമയം പോകുന്നു, നീ വന്ന് വണ്ടി കയറ്. ഹരി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. ഗൗരിയെ ഹരിയുടെ അടുത്തിരുത്തുവാനായി അമ്മാളു ശ്രമിച്ചെങ്കിലും അവൾ സമ്മതിച്ചില്ല. അവൾ പിന്നിലാണ് കയറിയത്. ഒപ്പം അമ്മാളും കയറി. ഹരി ഇടയ്ക്കൊക്കെ മിററിൽ കൂടി ഗൗരിയെ നിരീക്ഷിക്കുന്നുണ്ട്. അവളുടെ മിഴികൾ ഒരിക്കൽ പോലും ഹരിയെ തേടി ചെന്നില്ല. അവൾ അമ്മാളുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. 20 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് പണിക്കർ പറഞ്ഞ കാര്യങ്ങൾ അമ്മാളു ഗൗരിയോട് പറഞ്ഞു. താനും അതറിഞ്ഞുവെന്നും അച്ഛനും അമ്മയും ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുമെന്നും ഗൗരി അറിയിച്ചു. മേനോൻ ആൻഡ് സൺസ് എന്നെഴുതിയ ഷോപ്പിംഗ് മാളിൻ്റെ മുമ്പിലാണ് വണ്ടി ചെന്ന് നിന്നത്. അമ്മാളു, അച്ഛനും കണ്ണൻചേട്ടനൊക്കെ കാണില്ലേ ഇവിടെ? നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ മതി. ഗൗരിക്കൊരു വീർപ്പ് മുട്ടൽ. അച്ഛനും കണ്ണേട്ടനും ഒന്നും ഓടില്ല, എടുത്തി വരൂ. അമ്മാളു ഗൗരിയുടെ കയ്യിൽ പിടിച്ചു. താൻ ഇറങ്ങിക്കോ ഗൗരി, ഇവിടെ അച്ഛനും ഏട്ടനുമില്ല. ഹരിയും കാറിൽ നിന്നിറങ്ങിയിട്ട് ഗൗരിയെ ക്ഷണിച്ചു. അങ്ങനെ ഗൗരിയും അവരുടെ ഒപ്പം മാളിലേക്ക് പ്രവേശിച്ചു. ഹരിയെയും അമ്മാളുവിനെയും കണ്ട് ജീവനക്കാർ ഭവ്യതയോടെ നോക്കി നിന്നു. കുറച്ചാളുകൾ ഹരിയെ വിഷ് ചെയ്തു. ഹരിശങ്കർ മേനോൻ എന്ന് ബോർഡ് വെച്ച റൂമിലേക്ക് ഹരി കയറിപ്പോയി. അമ്മാളുവാണെങ്കിൽ ഗൗരിയും കൂട്ടി അതിലെയൊക്കെ പാറിപ്പറന്ന് നടന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗൗരി വീട്ടിൽ പോകണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു. ഏട്ടൻ 1-2 ഫയൽസ് നോക്കാനുണ്ട്, അത് നോക്കിയാൽ ഉടനെ തന്നെ നമുക്ക് മടങ്ങാം. അമ്മാളു ഗൗരിയോട് പറഞ്ഞു. ഗൗരിക്ക് 3-4 സൽവാർ സെറ്റും അതിന് ചേരുന്ന ഓർണമെൻറ്റ്സും പിന്നെ 1-2 ചെപ്പൽസുമൊക്കെ അമ്മാളു മേടിച്ചു. ഗൗരിയോട് അവൾ കളേഴ്സൊക്കെ ഏതാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഗൗരി കരുതിയത് അമ്മാളുവിന് വേണ്ടി ആയിരിക്കുമെന്നാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഹരിയും അവർക്കരികിലേക്ക് വന്നു. അവൻ പക്ഷേ ഗൗരിക്കായി ഒന്നും എടുത്തിരുന്നില്ല. അതൊക്കെ വിവാഹശേഷം മതിയെന്ന് അവൻ ഓർത്തു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒരു കൊച്ചുകുട്ടി വന്ന് അവൻ്റെ അമ്മയാണെന്ന് കരുതി ഗൗരിയെ പിടിച്ചു. പെട്ടെന്ന് പിന്നിലേക്ക് പോയ അവളെ ഹരി വീഴാതെ പിടിച്ചു. ഉടനെ തന്നെ അവൾ അവനിൽ നിന്നും പിടിവിട്ട് കുറച്ച് മാറി നിന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ പോക്കറ്റിൽ നിന്നും ഹരി ഫോൺ എടുത്തു. നോക്കിയപ്പോൾ ശ്രീദേവിയാണ്. എന്താണമ്മേ? മോനെ, നീ എവിടാണിപ്പോൾ? ഞാൻ നമ്മുടെ മാളിലുണ്ട്. മോനെ, അമ്മ ഒരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ അമ്മേ? ഗൗരിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അവർക്ക് 20 ദിവസത്തിനുള്ളിൽ തന്നെ വിവാഹം നടത്താൻ സമ്മതമാണെന്ന് അറിയിച്ചു. അതെയോ? ഓക്കെ അമ്മേ. അവൻ അതീവ സന്തോഷത്തിൽ ഗൗരിയെ നോക്കി. അമ്മാളു ഏതോ ഡ്രസ്സ് ഇട്ടിട്ട് അത് കറക്റ്റാണോ നോക്കുവാൻ ട്രെയിൻ റൂമിലേക്ക് പോയതാണ്. ഗൗരി പുറത്തവളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഹരി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ വരുന്നത് കണ്ട് ഗൗരി അല്പം മാറി നിന്നു.
ഗൗരിക്കുട്ടി, നീ ഈ ഹരിയുടെ സ്വന്തമാകാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ കാതോരം ചെന്ന് അവൻ പറഞ്ഞു. തുടരും.